മലയോര മേഖലയിൽ റബ്ബർ തോട്ടങ്ങളിൽ വളരുന്ന തോട്ടപ്പയറിന് വിപണിയിൽ വൻ ഡിമാൻഡ്. കിലോയ്ക്ക് 1200 രൂപ വരെയാണ് മാർക്കറ്റിൽ തോട്ടപ്പയറിന് വില. ഇതോടെ വീട്ടമ്മമാർക്കുൾപ്പെടെ തോട്ടപ്പയർ ഒരു വരുമാന മാർഗമായി. റബ്ബർ തോട്ടങ്ങളിൽ വേനൽക്കാലത്ത് റബ്ബർ മരങ്ങൾക്ക് തണുപ്പ് ലഭിക്കാനായാണ് പ്രധാനമായും തോട്ടപ്പയർ വളർത്തിയിരുന്നത്. അതിവേഗം വളർന്നു പടരുന്ന തോട്ടപ്പയർ മറ്റ് കളകൾ വളരുന്നത് ഒരു പരിധിവരെ തടയുകയും ചെയ്യും. തോട്ടപ്പയർ ചെടികളിൽ കുലകളായി ഉണ്ടാകുന്ന പയറിന് അടുത്ത കാലത്തായി വിപണിയിൽ വൻ ഡിമാൻഡാണ് ഉണ്ടായിരിക്കുന്നത്. കിലോയ്ക്ക് 1200 രൂപ വരെ മാർക്കറ്റിൽ ഇപ്പോൾ വില ലഭിക്കുന്നുണ്ട്. ഇതോടെ നിരവധി പേരാണ് തോട്ടപ്പയർ പറിച്ച് ഉണക്കി വിൽക്കാൻ രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കടയിൽ കൊടുത്താൽ നമുക്കൊരു 1000 രൂപയൊക്കെ കിട്ടുമെന്നാണ് ഇങ്ങനെ പറയുന്നത്. അതിൻ്റെ വിളിച്ചത് ഞങ്ങളിത് പറിച്ചെടുക്കുന്നതാണ്. ആർക്കും വേണ്ടാതെയൊക്കെ ഇവിടെ കിടക്കുമായിരുന്നു, വെറുതെ മരുന്നടിച്ചൊക്കെ ഇങ്ങനെ പോയി കിടക്കുമായിരുന്നു. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ സാധനം ഇവിടെ നിൽക്കുന്ന കണ്ടുകൊണ്ട് ഞങ്ങളും പറിക്കുക. ഇവിടെയൊക്കെ ആളുകൾ ഇഷ്ടം പോലെ ഓരോ സ്ഥലത്തു നിന്നൊക്കെ വന്ന് പറിക്കുന്നുണ്ട്. വണ്ടികളൊക്കെ വന്ന് പറിച്ചുകൊണ്ടാണ് പോകുന്നത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് വിത്തുണ്ടാകുക. പയറിൻ്റെ ഉള്ളിലെ കായകളാണ് ശേഖരിച്ച് വിൽക്കുന്നത്. ഇതിനായി പയറിൻ്റെ തോട് പച്ചനിറം മാറി മഞ്ഞനിറമാകുമ്പോൾ പറിച്ചെടുത്ത് വെയിലത്തിട്ട് ഉണക്കി പയർമണികൾ വേർതിരിച്ചെടുക്കണം. ഇത് വേർതിരിച്ചിട്ട് വെയിലത്തോട്ടിടും. വെയിലത്തിട്ട് കഴിയുമ്പോൾ ഉണങ്ങി പൊട്ടി തന്നെ പോകും. അത് കഴിയുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ ചവർ മാറ്റിയിട്ട് അരി മാത്രം എടുത്തിട്ട് സൂക്ഷിച്ച് വെക്കും, എന്നിട്ട് കൊടുക്കും. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട, ചങ്ങനാശ്ശേരി, പാമ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ കടകളിൽ തോട്ടപ്പയർ വിത്തുകൾ സംഭരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നിന്നും കയറ്റി അയക്കുന്ന തോട്ടപ്പയർ എവിടേക്കാണ് പോകുന്നതെന്നോ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ഉപയോഗമെന്നോ വ്യാപാരികൾക്കും അറിയില്ല. വിത്തുകൾ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് കയറ്റി അയക്കുന്നതെന്നും മരുന്ന് നിർമ്മാണത്തിനായി രാസഘടകങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിനായി ഉപയോഗിക്കുന്നു എന്നുമാണ് സൂചന. ഏതായാലും കോട്ടയം ജില്ലയിൽ പല ഭാഗങ്ങളിലും തോട്ടപ്പയർ ശേഖരണം ഇപ്പോൾ വ്യാപകമായിരിക്കുകയാണ്. അമൃത ന്യൂസ്, കോട്ടയം.